യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചോളൂ. Rights of Children. 1. National Commission for Protection of Child Rights was set up in 2007. സെറ്റപ്പ് ഇൻ 2007 അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. അർത്ഥം എന്തുവാ? മക്കളെ, കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ ഏത് വർഷമാണ് രൂപം കൊണ്ടത്? ഏത് വർഷമാണ്? 2007. 2007. ഓക്കെ. അടുത്തത്, ഹൂ ഈസ് ദ ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സ്? കുട്ടികളുടെ അവകാശത്തെ സംബന്ധിക്കുന്ന കമ്മീഷൻ്റെ ആദ്യത്തെ കമ്മീഷൻ ആരായിരുന്നു? ശാന്ത സിൻഹ. ശാന്ത സിൻഹ. അടുത്തത്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഇൻ ഡാഷ്. ചൈൽഡ് ലേബർ എന്തുവാ? ചൈൽഡ് ലേബർ ബാലവേല നിരോധനം, നിയന്ത്രണം. പ്രൊഹിബിഷൻ നിരോധനം, റെഗുലേഷൻ നിയന്ത്രണം. പ്രൊഹിബിറ്റ് ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന നിയമം എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത്. എന്നാണ് പാസ്സാക്കിയത്? 1986. അതെ, 1986. 1950 വന്ന ഭരണഘടനയിൽ 14 വയസ്സിനു താഴെയുള്ള കുട്ടികളെ ഡേഞ്ചറസ് ആൻഡ് ഹസാഡസ് ഫാക്ടറികളിൽ ജോലി ചെയ്യിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശമുണ്ടല്ലേ? അല്ലേ? അതെ. പക്ഷേ നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി വീണ്ടും 36 വർഷങ്ങൾ കഴിഞ്ഞു. മനസ്സിലായോ? ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഭരണഘടന സംരക്ഷണം നൽകുന്ന മൗലിക അവകാശങ്ങളാണെങ്കിലും നിർദ്ദേശക തത്വങ്ങളാണെങ്കിലും സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം നിയമനിർമ്മാണം നടത്തുന്നതിന് വേണ്ടി 30 വർഷം 36 വർഷമൊക്കെ എടുക്കുകയാണ്. ഓക്കെ. ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് വാസ് പാസ്ഡ് ബൈ ദ പാർലമെന്റ് ഇൻ ദ ഇയർ 1986. 1986. Which of the following articles of the Indian Constitution abolishes child labor? ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ബാലവേലയെ നിരോധിക്കുന്നത്? ഏതാണ്? ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 17 എന്തിനാ നിയന്ത്രിക്കുന്നത്? Abolition of untouchability. Yes, untouchability abolition. Abolition of untouchability. 23. 23 prohibition of traffic. എങ്ങനെ? Prohibition of traffic in human beings and forced labor. Yes, അതിന്റെ അർത്ഥം എന്താ? മനുഷ്യക്കടത്ത് അനുവദിക്കില്ല, നിർബന്ധിത തൊഴിലും അനുവദിക്കില്ല. മനുഷ്യരെ കടത്തിക്കൊണ്ടുപോയി പൈസ വാങ്ങുന്ന പരിപാടി അനുവദിക്കുന്നില്ല. അടുത്തത് എന്താണ്? ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത തൊഴിൽ അനുവദിക്കില്ല. ഇത് രണ്ടും ആർട്ടിക്കിൾ 23 തരുന്ന സംരക്ഷണമാണ്. 29 എന്താ പറയുന്നേ? യെസ്, മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ?
18 വയസ്സിൽ താഴെ. ആ അത് തെറ്റാ. എന്താ മോളെ മൈനോറിറ്റി എന്ന് പറഞ്ഞാ? പ്രായപൂർത്തിയാവാതെ. അതൊന്നും അല്ല അവിടുത്തെ മൈനോറിറ്റി. അഖില മോള് പറഞ്ഞേ. അറിയില്ല സർ. നല്ല കുട്ടി, രണ്ടെണ്ണവും കൊള്ളാം. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ ന്യൂനപക്ഷം, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആംഗ്ലോ ഇന്ത്യക്കാരും അടങ്ങുന്ന ന്യൂനപക്ഷക്കാർ, അതാണ് ഈ മൈനോറിറ്റി. മനസ്സിലായോ? മൈനോറിറ്റി റൈറ്റ് എന്ന് പറയുന്നത് എന്ത് റൈറ്റ്? മൈനോറിറ്റി റൈറ്റ്, ആർട്ടിക്കിൾ 29 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. മറന്നു പോകരുത്. Which of the following articles says that the state shall provide free and compulsory education for the children between age of 6 to 14? അത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെ ഉള്ളവർക്ക് നിർബന്ധിതമായ എന്ത് വിദ്യാഭ്യാസം കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നേ? കമ്പൽസറി. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഫ്രീ സൗജന്യം, കമ്പൽസറി നിർബന്ധിതം. നമ്മൾ 18 വയസ്സ് 16 വയസ്സ് കഴിഞ്ഞവരാ. അപ്പോൾ 16 വയസ്സ് കഴിഞ്ഞവരുടെ വിദ്യാഭ്യാസത്തിന് സർക്കാരിന് ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? For the state shall provide free and compulsory education for children between age of 6 and 14, 6 to 14. ഏത് ആർട്ടിക്കിളാ? ആർട്ടിക്കിൾ 21A. 21A, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. 21A. 21 എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി 21. 23 എന്താ? 23 ഇപ്പൊ പറഞ്ഞിട്ട് നിർബന്ധിത തൊഴിലൊന്നും അനുവദിക്കില്ല. എന്തോന്നാ? ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. നിർബന്ധിത തൊഴിൽ. പിന്നെ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്, ഇത് രണ്ടും അനുവദിക്കത്തില്ല. 24 എന്താ മക്കളെ? പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് എക്സെട്ര. യെസ്. 14 വയസ്സ് വരെയുള്ള കുട്ടികളെ ഹസാഡസ് ഫാക്ടറികളിൽ ജോലി ചെയ്യിപ്പിക്കത്തില്ല. 45 Provision for early childhood care and education to children below the age of 6 years. യെസ്. അംഗൻവാടികൾ കണ്ടോ? ജനനി ജന്മരക്ഷ. ഒരു യുവതി ഗർഭം ധരിച്ചാൽ അന്നു മുതൽ പ്രസവം, അത് കഴിഞ്ഞ് കുട്ടിയുടെ 6 മാസം വരെയുള്ള പരിരക്ഷ, ആ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 45. ജനനി ജന്മരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി സ്കീമുകൾ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഉണ്ട്. അതൊക്കെ ഈ 45ൻ്റെ പെർവ്യൂവിൽ വരും. 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരം കൊടുക്കും, വിദ്യാഭ്യാസം കൊടുക്കും. അതിനൊക്കെയാണ് അംഗൻവാടികൾ സാമൂഹ്യക്ഷേമ വകുപ്പ് തുടങ്ങിയിട്ടുള്ളത്. അടുത്തത് റൈറ്റ് ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ഡാഷ്. എന്നാ വന്നേ? റൈറ്റ് ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്നാ വന്നേ? 1st April 2010. ഏപ്രിൽ ഫുൾ 2010. ഏപ്രിൽ 1 എന്ത് വിളിക്കും? ഏപ്രിൽ ഫൂൾ. അതുകൊണ്ട് റൈറ്റ് ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ഏപ്രിൽ ഫൂൾ ആക്ടാണ്. അതുപോലെ തന്നെയാണ് ഈ ആക്ട് നടപ്പാക്കുന്നുമില്ല. മനസ്സിലായോ? യെസ്, ഇറ്റ് ഈസ് കോൾഡ് ഏപ്രിൽ ഫൂൾ ആക്ട്. ഏതാ? റൈറ്റ് ഓഫ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് ഏപ്രിൽ 1, 2010. ഇറ്റ് ഈസ് കോൾഡ് ഏപ്രിൽ ഫൂൾ ആക്ട്. ഏപ്രിൽ ഫൂൾ ആക്ട്. മനസ്സിലായല്ലോ? യെസ്.
International Convention on the Right of Children was adopted by United Nations in dash. International Convention for the Right of Children. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? കുട്ടികളുടെ അവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കൺവെൻഷൻ എന്നാണ് അഡോപ്റ്റഡ് അണ്ടർ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വിളിച്ചുകൂട്ടി. എന്ന് വിളിച്ചുകൂട്ടി? 1989 വിളിച്ചുകൂട്ടി. 1989, 1989. ഓക്കെ, അടുത്തത്. ആസ് പെർ ദ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട്, ഹൗ മെനി ട്രെയിൻഡ് ടീച്ചേഴ്സ് ഷാൽ പ്രൊവൈഡ് ഫോർ എവരി 60 സ്റ്റുഡൻസ് അറ്റ് പ്രൈമറി ലെവൽ? ഓരോ 60 വിദ്യാർത്ഥികൾക്കും ഒരു ടീച്ചർ എന്ന നിലയിൽ പരിശീലനമാണ് കൊടുക്കുന്നത്. ഏതിന്? റൈറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം. അങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടത്. മനസ്സിലായോ? 60 കുട്ടികൾക്ക് ഒരധ്യാപിക എന്ന് മുതലാണ്? അപ്പോൾ 60 കുട്ടികൾക്ക് ഒരധ്യാപികയാണോ, 2 അധ്യാപികയാണോ, 3 അധ്യാപികയാണോ എന്നാണ് ചോദ്യം. എത്രയാണ്? 2 പേര്. അപ്പം 30-ന് ഒരാൾ, 30 വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ ഒരാൾ, അല്ലേ? ഇപ്പോൾ ഒരു സ്കൂളിൽ 30 കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ ഒരു ടീച്ചറിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുള്ളൂ. 60 കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ 2 പേരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ വകുപ്പുള്ളൂ. അതുകൊണ്ടാണ് ഡിവിഷൻ ഫാൾ വരുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് അധ്യാപകരെ പിരിച്ചുവിടും. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ യു ഒബ്സേർവ്ഡ് ഓൺ ഡാഷ്. ദേശീയ വിദ്യാഭ്യാസ ദിവസം എന്ന് പറയുന്നത് എന്നാണ്? നവംബർ 11. നവംബർ 13-ന്റെ പ്രത്യേകത എന്താ ജുഷേ? എന്റെ ബർത്ത്ഡേ. അതിൻ്റെ കൂടെ 2 കുറച്ചാൽ മതി. നവംബർ 11 എന്താണ്? നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ഇങ്ങനെയൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മറന്നു പോകുക. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ നവംബർ 11. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ, ഏത് ഇയർ? 2012. ഇപ്പോൾ വക്കീലന്മാരൊക്കെ കഞ്ഞി കുടിച്ച് പോകുന്ന ഈ ആക്ട് ഉണ്ടായോണ്ട. എന്തോ ആക്ട്? പോക്സോ. മനസ്സിലായോ? ആരും ഇല്ലേ? പോയാ 2 പേരും? മനസ്സിലായി സർ. യെസ്. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. അതിൽ ആൺകുട്ടി വരുമോ പെൺകുട്ടി വരുമോ? 2012. The quality mark which is given to the product free from child labor is dash. ഏതാണ്? റുഗ് മാർക്ക്. എന്ത് മാർക്ക്? റുഗ് മാർക്ക്. കണ്ടോ? റുഗ് മാർക്ക്. റുഗ് മാർക്ക് ഉള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ആ സ്ഥാപനത്തിൽ കുട്ടികൾ, ചൈൽഡ് 14 വയസ്സിന് താഴെയുള്ളവർ ജോലി ചെയ്യുന്നില്ലെന്നാണ് വെപ്പ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു സങ്കല്പം. കേരളം വിട്ടാൽ ഈ ചൈൽഡ് ലേബർ ഒരു വ്യാപകമായ സംഭവമാണ് കേട്ടോ. റുഗ് മാർക്ക്. ദ മാൻ ബിഹൈൻഡ് ദ ഐഡിയ ഓഫ് റുഗ് മാർക്ക് ഈസ് ഡാഷ്. റുഗ് മാർക്ക് എന്ന ഐഡിയയുടെ പിന്നിലുള്ള മനുഷ്യൻ ആരാണ്? കൈലാഷ് സത്യാർത്ഥി. കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുന്ന ഒരാളാണ് ഈ ആശയം റുഗ് മാർക്ക് മുന്നോട്ട് കൊണ്ടുവന്നത്. എന്തെങ്കിലും പറയണോ?
വേണ്ട സർ. യെസ്, വായിച്ചോ. Rights of children. 1. National Commission for Protection of Child Rights was set up in 2007. 2. Who is the first chairperson of National Commission for Child Rights? Shanta Sinha. 3. Child Labor Prohibition and Regulation Act was passed by the Parliament in 1986. 4. Which of the following articles of the Indian Constitution abolishes child labor? Article 24. 5. Which of the following articles says that the state shall provide free and compulsory education for children between the age of 6 to 14 years? Article 21A. 6. Right of Free and Compulsory Education Act came into force on 1st April 2010. 7. International Convention on the Rights of Children was adopted by the United Nations in 1989. 8. As per the Right of Children to Free and Compulsory Education Act, how many trained teachers shall be provided for every 60 students at the primary level? 2. 9. National Education Day is observed on November 11. 10. Protection of Children from Sexual Offences Act was passed in 2012. 11. National Commission for Protection of Child Rights Act was passed in 2005. 12. The quality mark which is given to a product free from child labor, Rukmark. 13. The man behind the idea of Rukmark, Kailash Satyarthi. ആ ജിഷ്മോൾ വായിച്ചേ. Sir. Rights of Children. 1. National Commission for Protection of Child Rights was set up in 2007. 2. Who is the first chairperson of National Commission for Child Rights? Shanta Sinha. 3. Child Labor Prohibition and Regulation Act was passed by the Parliament in 1986. 4. Which of the following articles of the Indian Constitution abolishes child labor? Article 24. 5. Which of the following articles says that the state shall provide free and compulsory education for children between the age of 6 to 14 years? Article 21. Right of free and compulsory education came into force on ഹലോ. April 2010. 7. ഞാൻ തിരിച്ചു International വിളിക്കാം. adopted by the United Nations. After the Right of Children to Free and Compulsory Education Act, how many trained teachers shall be provided for every 60 students at the primary level? 2. Education Day is observed on November 11. 10. Protection of Children from Sexual Offences Act was passed in 2012. 11. National Commission for Protection of Child Rights Act was passed in 2005. 12. Quality mark which is given to a product free from child labor, Rukmark. 13. The man behind the idea of Rukmark, Kailash Satyarthi. ഈ അമർത്യാസൻ എന്ന് പറഞ്ഞ ആളാരാ അറിയാമോ? അമർത്യാസൻ ജോഗ്രഫി ആണോ അമർത്യാസൻ? എക്കണോമിസ്റ്റ് ആണ് കേട്ടോ, എക്കണോമിക്സ്. The organization which is started by Kailash Satyarthi in 1980 to prevent child labor. അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? The organization which started by Kailash Satyarthi in 1980 to prevent child labor. അതിൻ്റെ അർത്ഥം എന്താ? ബാലവേല നിരോധിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തുടങ്ങിയ ഓർഗനൈസേഷൻ, സംഘടനയുടെ പേരെന്താണ്? അർത്ഥം മനസ്സിലായോ? ബാലവേല നിരോധിക്കുന്നതിന് വേണ്ടി കൈലാസ് സത്യാർത്ഥി തുടങ്ങിയ സംഘടനയുടെ പേരെന്താണ്? സംഘടന ഏത് വർഷം തുടങ്ങിയേ? 1980 സംഘടന തുടങ്ങിയത്. ആരാ തുടങ്ങിയേ? 1986
80-ലല്ലേ മോളെ? Child Labor Prohibition and Regulation Act was passed by the Parliament in 1986. അത് ആക്ട് വന്ന വർഷമാ ചോദിച്ചത്. 1986-ലാണ് ആക്ട് വന്നത്. ചോദ്യം അതല്ല. കൈലാസ് സത്യാർത്ഥി ചൈൽഡ് ലേബർ നിരോധിക്കുന്നതിന് വേണ്ടി ഒരു സംഘടന തുടങ്ങി. അത് 1980-ലാണ്. സംഘടനയുടെ പേരെന്താണ്? എന്താണ്? ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ. ബച്ചുപ്പൻ. ബച്ചുപ്പൻ എന്ന് പറഞ്ഞ ഹിന്ദി വാക്കിന്റെ അർത്ഥം എന്താ? അറിയില്ല സർ. എന്താകില്ല മോളെ? ബച്ചുപ്പൻ ബച്ചുപ്പൻ ആൺകുട്ടി എന്നാണ്. ലഡ്ക എന്നല്ലേ അർത്ഥം? ലഡ്ക ആൺകുട്ടി. ബച്ചുപ്പൻ കുട്ടിക്കാലം. ബച്ചാവോ. ബച്ചാവോ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? രക്ഷിക്കുക. ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ. ആന്തോളൻ എന്ന് പറഞ്ഞാൽ സമരം. ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ, കുട്ടിക്കാലം സംരക്ഷിക്കുക എന്ന സമരം. അതാണ് ആര് തുടങ്ങിയത്? കൈലാസ് സത്യാർത്ഥി 1980-ൽ തുടങ്ങിയ സംഘടനയുടെ പേര് ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ. മനസ്സിലായോ? ബച്ചുപ്പൻ കുട്ടിക്കാലം, ബച്ചാവോ സംരക്ഷിക്കുക, ആന്തോളൻ സമരം. ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ. മനസ്സിലായോ? അടുത്ത 15. ഹൂ ഈസ് ദ ലീഡർ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഗ്ലോബൽ മാർച്ച് എഗൻസ്റ്റ് ചൈൽഡ് ലേബർ? അതിൻ്റെ അർത്ഥം എന്താ? ഹൂ ഈസ് ദ ലീഡർ ഓഫ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അന്തർദേശീയ തലത്തിലുള്ള സംഘടനയുണ്ട്. ആ സംഘടന പേരെന്തുവാ? ഗ്ലോബൽ മാർച്ച് എഗൻസ്റ്റ് ചൈൽഡ് ലേബർ. ചൈൽഡ് ലേബറിനെതിരെ ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ നടന്ന ഒരു മാർച്ചിൻ്റെ ലീഡർ ആരായിരുന്നു? ആരായിരുന്നു? കൈലാഷ് സത്യാർത്ഥി. അപ്പോൾ കൈലാസ് സത്യാർത്ഥിയെ ബന്ധപ്പെട്ടുകൊണ്ട് 3 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു അല്ലേ? യെസ്. ഓക്കെ. അടുത്തത്. According to the Right to Education Act, the state shall provide free and compulsory education for the children between the age of 6 to 14. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് കൊടുക്കണം? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. എന്ത് പ്രകാരം? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. മനസ്സിലായോ? അടുത്തത്. റൈറ്റ് ഓഫ് ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് റൈറ്റ്സ്. പോയി സാർ. കറണ്ട് പോയി. കറണ്ട് പോയോ? നമ്മളെന്താ പറഞ്ഞേക്കുന്നേ? റൈറ്റ് ടു ചിൽഡ്രൻ ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ആക്ട് പ്രിസ്ക്രൈബ്സ് that every children shall provide education near his or her home for 14 years. വീട്ടിനോട് ഏറ്റവും അടുത്ത് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് 14 വയസ്സ് വരെയുള്ള വിദ്യാഭ്യാസം ആര് കൊടുക്കണം? സർക്കാർ കൊടുക്കണം. As per the Right to Children Free and Compulsory Education Act, elementary education means 1st to 9th സ്റ്റാൻഡേർഡ്. എന്ത് മനസ്സിലായി? 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സർക്കാർ സൗജന്യമായിട്ട് തരും. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയ്ക്കും പൈസ ഉണ്ടേ പഠിച്ചാൽ മതി. മനസ്സിലായോ? ഇത് നമ്മൾ പറഞ്ഞേ. 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എന്താണ്? സൗജന്യമാണ്. അപ്പോൾ എന്ത് കഴിഞ്ഞു? ആ ഭാഗം കഴിഞ്ഞു അല്ലേ? ഇനി അടുത്ത പാർട്ട് ഏതാ? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ആ പാർട്ട് അവിടെ നിൽക്കട്ടെ. ആദ്യം ഇതങ്ങ് വായിക്കും.
മോള് വായിച്ചേ. 14. The organization, which is started by Kailash Satyarthi in 1980 to prevent child labor, Bachpan Bachao Andolan. 15. Who is the leader of international organization Global March Against Child Labor? Kailash Satyarthi. According to the Right to Education Act, the state shall provide free and compulsory education for children between the age of 6 to 14. Right of Children to Free and Compulsory Education Act prescribes that every child shall be provided education near his her home for 14 years. As per the Right of Children to Free and Compulsory Education Act, elementary education means 1st to 9th class. ആ 5 നിമിഷം മോള് വായിച്ചേ. മ്യൂട്ടാണ് Which is started by Kailash Satyarthi in 1980 to prevent the child labor. Bachpan Bachao Andolan. 15. Who is the leader of international organization Global March Against Child Labor? Kailash Satyarthi. According to the Right to Education Act, the state shall provide free and compulsory education for children between the age of 6 to 14 years. Right of Children to Free and Compulsory Education Act prescribes that every child shall be provided education near his or her home for 14 years. As per the Right of Children to Free and Compulsory Education Act, elementary education means 1st to 9th class. Yes. Question number 16. National Commission for Scheduled Caste. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അങ്ങനെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് എഴുതണം കേട്ടോ. കാസ്റ്റ്. വിച്ച് ആർട്ടിക്കിൾ ഡീൽ വിത്ത് ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്? ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരു നാഷണൽ കമ്മീഷൻ വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 338. Article 330. 330. 16 338. 338 ഒന്ന് വായിക്കും മോളെ. 5 നിമിഷം മോളെ. Commission for Scheduled Caste. അത്രേ ഉള്ളൂ. ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി ഒരു ദേശീയ തലത്തിലൊരു കമ്മീഷൻ വേണം. കമ്മീഷനാണ്. കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണോ? ആണ്. 338 ആർട്ടിക്കിൾ പ്രകാരമാണ് വന്നിട്ടുള്ളത്. 316 എന്താ? Appointment and term of office of members. എന്തിന്റെ? Chairman 316 subclause 1. The chairman and other members of a public service commission shall be appointed in the case of the union commission or a joint commission by the president, and in the case of a state commission by the governor. മനസ്സിലായോ? അത് 316 മനസ്സിലായോ? അപ്പോയിൻമെന്റ് ഓഫ് ടേം ഓഫ് ഓഫീസ് ഓഫ് മെമ്പേഴ്സ്. എന്തിൻ്റെ മെമ്പേഴ്സ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ മെമ്പേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ടേം ഓഫ് ഓഫീസുമാണ് 316 പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ?
അതിനുശേഷം 328 എടുത്ത് നോക്കിയേ, ഏതാണ്? പവർ ഓഫ് പാർലമെന്റ്, പവർ ഓഫ് ലെജിസ്ലേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു ദ എലക്ഷൻ ഓഫ് സച്ച് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിയമം നിർമ്മിക്കാനുള്ള അധികാരത്തിനെയാണ് 328 എന്ന് പറയുന്നത്. 344 കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസ് ഓഫ് പാർലമെന്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഭാഷയെ സംബന്ധിച്ച കമ്മിറ്റി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്? 344 പറയുന്നത്. മനസ്സിലായോ? യെസ്. അപ്പോൾ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ പരമാവധി എത്ര എണ്ണം കാണാൻ പഠിക്കാൻ പറ്റുമോ അത്ര എണ്ണം പഠിച്ചുകൊണ്ട് പോകണം. വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്? ഷെഡ്യൂൾ ട്രൈബിന് ദേശീയ തലത്തിലുള്ള കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ്? ഏതിലാണ്? 338 എന്തോ പറയുന്നു? ഷെഡ്യൂൾഡ് കാസ്റ്റിനെ കുറിച്ച് പറയുന്നു. 338A എന്നതിനെ കുറിച്ച് പറയുന്നു? ഷെഡ്യൂൾ ട്രൈബിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ 339 എന്താണ്? നെ കുറിച്ച് പറയുന്നു. 339 control of the union over the administration of scheduled areas and the welfare of scheduled tribes. യെസ്. ഷെഡ്യൂൾഡ് ഏരിയ എന്ന് ഡിക്ലെയർ ചെയ്തതിന് ഗവൺമെന്റിന്, കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് നിയന്ത്രണം ഏറ്റെടുക്കാം, വെൽഫെയർ നടത്താം. എത്ര വർഷം കൊണ്ട് വെൽഫെയർ നടത്തുന്നു? 73 വർഷം കൊണ്ട് വെൽഫെയർ നടത്തുന്നു. അതുകൊണ്ട് എന്ത് പറ്റി? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ 1 ഏക്കർ ഭൂമിയുള്ള ഇപ്പോൾ വെൽഫെയർ ഒക്കെ വന്ന് ഒന്നര എത്രയായി? 1.5 സെൻറ്റായി മാറി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? നല്ല വെൽഫെയർ. അതാണ് കാര്യം. 339A അല്ലേ? അതേതാണ്? അങ്ങനൊരു സാധനം ഇല്ല. ഹൗ മെനി മെമ്പേഴ്സ് ആർ ഇൻ SC കമ്മീഷൻ? പട്ടികജാതി കമ്മീഷനിൽ എത്ര മെമ്പർമാരുണ്ട്? എത്ര മെമ്പർമാരുണ്ട് മക്കളെ? Chairman, a vice chairman and 3 other members. ചെയർമാൻ, വൈസ് ചെയർമാൻ ആൻഡ് 3 other members. അങ്ങനെ 5 പേര് അല്ലേ? ചെയർമാൻ, വൈസ് ചെയർമാൻ ആൻഡ് 3 other members. അടുത്തത് ചെയർമാൻ, വൈസ് ചെയർമാൻ ആൻഡ് 3 other members. Who appoint the chairman of scheduled caste and scheduled tribe commission? ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷനെയും ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ്റെയും ചെയർമാനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എന്തുകൊണ്ടാ? ബിക്കോസ് ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ്. ഭരണഘടനാ പോസ്റ്റിലേക്ക് ആരെ വെക്കണമെങ്കിലും ആരാണ് ആളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ്. Which of the following schedules deals with the administration and control of the scheduled areas and scheduled tribes areas? ഷെഡ്യൂൾഡ് ട്രൈബ് ഏരിയയുടെയും ഷെഡ്യൂൾഡ് കാസ്റ്റ് ഏരിയയുടെയും അഡ്മിനിസ്ട്രേഷൻ കൺട്രോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഏത് ആർട്ടിക്കിളിലാണ് കൊടുത്തിട്ടുള്ളത്? ഏത് ആർട്ടിക്കിളാണ്? 5th ഷെഡ്യൂൾ. കണ്ടോ? 5th ഷെഡ്യൂൾ ബി. അടുത്തത് സർവീസ് കണ്ടീഷൻസ് ആൻഡ് ടെനർ ഓഫ് SC and STs കമ്മീഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഡാഷ്. എവിടെയാണ് സർവീസ് കണ്ടീഷനെ കുറിച്ച് പറയുന്നത്? ബൈ ദ പ്രസിഡന്റ് അല്ലേ? സർവീസ് കണ്ടീഷൻ ആൻഡ് ടെനർ ഓഫ് SCs and STs കമ്മീഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ പ്രസിഡന്റ്. SC ST കമ്മീഷൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. മനസ്സിലായോ? യെസ്. അടുത്ത 23 അല്ലേ? അതെ.
Which article deals the notification of scheduled caste? Which article deals the notification of scheduled caste? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഒരു ജാതി ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പെട്ടതാണോ അല്ലയോ എന്ന് പറയുന്നതിനെയാണ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഏത് ആർട്ടിക്കിളാണ് അങ്ങനെ നോട്ടിഫിക്കേഷൻ നടത്തുന്നത്? ഏത് ആർട്ടിക്കിളാണ്? 341. 328 എന്താ മക്കളെ പറയുന്നേ? Power of legislature of a state make provision in respect of election. Election നിയമങ്ങൾ ഉണ്ടാക്കുന്നതാണ് 28 അല്ലേ? പിന്നെ ഏതാ? 336 ഏതാ? സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ സർട്ടൻ സർവീസസ്. ആംഗ്ലോ ഇന്ത്യക്കാരെന്ന് പറയുന്നവർക്ക് സർവീസിൽ വരുന്നതിനെ കുറിച്ചും പോകുന്നതിനെ കുറിച്ചാണ് 336 പറയുന്നത് അല്ലേ? 340 എന്ത് പറയുന്നു? അപ്പോയിൻമെന്റ് ആൻഡ് കമ്മീഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ് കണ്ടീഷൻസ് ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. ബാക്ക്വേർഡ് ക്ലാസസ് ഏതാ? ബാക്ക്വേർഡ് ക്ലാസസ് OBC. കണ്ടോ മോളെ? OBC കണ്ടോ? സാർ വിട്ടാ കേൾക്കുന്നേ. എന്ത് പറ്റി? കുറച്ചു നേരമായി തുടങ്ങിയിട്ട്. അയ്യോ, അത് പറയണ്ടായിരുന്നു. ചില നേരത്തുള്ളൂ സാർ. ഇപ്പൊ കേക്കാമോ? യെസ്. നമ്മളെന്തോ പറഞ്ഞ 340 എന്ന് പറഞ്ഞ എന്താ? അപ്പോയിൻമെന്റ് ഓഫ് എ കമ്മീഷൻ ടു ഇൻവെസ്റ്റിഗേറ്റ് ദ കണ്ടീഷൻ ഓഫ് ബാക്ക്വേർഡ് ക്ലാസസ്. ബാക്ക്വേർഡ് ക്ലാസസിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷൻ അപ്പോയിൻമെന്റ് ചെയ്യുന്നതിനെയാണ് 340. 341 എന്താ? ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ ഡെഫിനിഷനാണ് 341. മനസ്സിലായോ? അടുത്തത് വിച്ച് ആർട്ടിക്കിൾ ഡീൽ ദ നോട്ടിഫിക്കേഷൻ ഓഫ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. ഷെഡ്യൂൾഡ് ട്രൈബ് നോട്ടിഫിക്കേഷൻ നടത്തണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 342. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞതാണെന്ന് തോന്നുന്നു. 360 എന്താ? 360 എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതാ? മറിച്ച് നോക്കുന്നോ? പ്രൊവിഷൻ ആസ് ഫിനാൻഷ്യൽ എമർജൻസി അല്ലേ? 360 ഫിനാൻഷ്യൽ എമർജൻസി ശരിയല്ലേ? അതെ. 340യോ? OBC. 342 ഷെഡ്യൂൾ ട്രൈബ്. 316 ഏതാ? 316 അപ്പോയിൻമെന്റ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ? അപ്പൊ ഷെഡ്യൂൾ ട്രൈബിന്റെ ആൻസർ ഏതാ? 24 ആൻസർ ഏതാ? ആൻസർ ഡി 342 അല്ലേ? അടുത്തത് വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ റിസർവേഷൻ ഓഫ് SC and ST ഇൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സംസ്ഥാന നിയമസഭയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും സംവരണമുണ്ട്. ഏത് ആർട്ടിക്കിളിലാണ് അത് പറഞ്ഞിട്ടുള്ളത്? ഏതിലാണ്? 332. 36 എന്താണ്? നമ്മൾ വായിച്ചതാ. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അല്ലേ? 330 Reservation of seats for scheduled caste and scheduled tribes in the House of the People. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ലോക്സഭ. ലോകസഭയിലെ സംവരണത്തെ കുറിച്ചാണ് 330 പറയുന്നത് അല്ലേ? യെസ്. 338 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. അടുത്തത് the article which provides for the protection of socially
and educationally backward classes. SEBC, socially educationally backward class of citizens, O for the scheduled caste and scheduled tribes. ഏതാണ്? Article 15. ആർട്ടിക്കിൾ 15(4). ആർട്ടിക്കിൾ 15 എന്താ മക്കളെ പറയുന്നേ? Discrimination on grounds of religion, race, caste, sex, or place of birth. യെസ്, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് 15 പറയുന്നത് അല്ലേ? 14 എന്താ പറയുന്നേ? Equality before law and equal protection of law. യെസ്. 16 എന്ത് പറയുന്നു? Equality of opportunity in matters of public employment. യെസ്, സർക്കാർ ഉദ്യോഗങ്ങളിൽ എല്ലാവർക്കും അവസര സമത്വം ഉണ്ടായിരിക്കണം അല്ലേ? ഇനി പേജ് അങ്ങോട്ട് മറിക്കണം. മറിച്ചിട്ട് 14(2) എന്ത് പറയുന്നു നോക്കണം. 14(2) നോക്കിയേ. 14(2) ഇല്ല സാർ. 14(2) എന്ന് പറയുന്ന സാധനം ഇല്ല. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആ ആൻസർ എഴുതുന്നാക്കും. ഓക്കെ. പിന്നെ 15(4) ഉണ്ടോ നോക്കിയേ. ഉണ്ട്. എന്തു പറയുന്നു? Nothing in this article or in clause subclause 2 of Article 29 shall prevent the state from making any special provision for the advancement of any socially and educationally backward classes of citizens or for the scheduled castes and the scheduled tribes. അവിടെ എന്താ പറഞ്ഞേക്കെന്ന് അറിയാമോ? ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ഭാഷയുടെയോ ആചാരത്തിൻ്റെയോ വേഷത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ ജനങ്ങളെ തരംതിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിനും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും പ്രത്യേക സംരക്ഷണം ഏർപ്പെടുത്തുന്നതിൽ നിന്ന് നിയമം തടയുന്നില്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. 15(4) പറഞ്ഞത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് എന്താന്ന്? 15-ാമത്തെ വകുപ്പ് പറയുന്നു ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ ലിംഗത്തിൻ്റെ ഭാഷയുടെ ആചാരത്തിൻ്റെ ജന്മസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചനം പാടില്ല എന്ന് പറയുന്നു. എങ്കിലും 15(4) പറയുന്നത് എന്താണ്? സാമൂഹ്യപരമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും സംവരണം ഏർപ്പെടുത്തുന്നതിൽ തടസ്സമില്ല എന്ന് പറയുന്നു. മനസ്സിലായോ? മനസ്സിലായോ? 16(2) വായിച്ചേ. 16(2). Article 16 subclause 2, no citizen shall on grounds only of religion, race, caste, sex, descent, place of birth, residence or any of them be ineligible for or discriminated against in respect of any employment or office under the state. യെസ്, ഒരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കാൻ വരുമ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജാതി മതം വേഷം ഭാഷ ലിംഗം ആചാരം പ്ലേസ് ഓഫ് ബർത്ത് എന്നിവയിൽ നിന്ന് അയാളെ മാറ്റി നിർത്തരുത്. മെറിറ്റ് അടിസ്ഥാനത്തിൽ അയാളെ എന്ത് ചെയ്യണം? പ്രവേശിപ്പിക്കണം എന്നാണ് അവിടെ പറയുന്നത്. വിച്ച് ആർട്ടിക്കിൾ ഡീൽ വിത്ത് ദ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ SC and ST ഇൻ ദ ലോക്സഭ. ലോകസഭയിലെ SC ST കാരുടെ സീറ്റ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ആ ക്വസ്റ്റ്യൻ മുമ്പേ വായിച്ചാണല്ലോ അല്ലേ? എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? B 330. ബാക്കിയൊക്കെ നമ്മൾ വായിച്ചതാ. 340 വായിച്ചു, 348 വായിച്ചായിരുന്നു. 348 എന്താ പറയുന്നേ? ലാംഗ്വേജ് അല്ലേ? യൂസ് ഇൻ ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ് അല്ലേ? അതെ. വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദ റിസർവേഷൻ സീറ്റ്സ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ എവരി പഞ്ചായത്ത്. പഞ്ചായത്തുകളിൽ എന്ത് കൊടുക്കണം? സീറ്റ് സംവരണം കൊടുക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? 243D. 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 അതിനകത്തുണ്ടാവും 243D. മനസ്സിലായോ? ശരി, അപ്പോൾ ഒന്ന് വായിച്ചേ കേൾക്കട്ടെ.
എവിടെ മുതൽ വായിക്കണം? 16 മുതൽ വായിക്കണം കേട്ടോ. Sir. യെസ്, വായിച്ചോ കേൾക്കട്ടെ. National Commission for Scheduled Castes. 16. Which article deals with the National Commission for Scheduled Castes? Article 338. 17. Which article deals with the National Commission for Scheduled Tribes? Article 338A. 18. How many members are there in SC Commission? Chairman and Vice Chairman and 3 other members. 19. Who appoints the chairman of SC and ST Commission? President of India. 20. Which of the following schedules deals with the administration and controller of scheduled areas and scheduled tribes? Fifth schedule. 22. Service conditions and tenure of SCs and STs Commission is determined by President of India. Which article deals with the notification of scheduled castes? 341. 21. Which article deals with the notification of scheduled tribes? Article 342. 25. Which article deals with the reservation of SCs and ST in state legislature? 332. 26. The article which provides for the protection of socially and educationally backward classes of citizens or for the scheduled castes and scheduled tribes. Article 15.4. 27. Which article deals with the reservation of seats for SC and ST in Lok Sabha? 330. 28. Which article deals with the reservation of seat for the scheduled castes and scheduled tribes in every panchayat? Article 243D. അഞ്ചിഷമോള് വായിച്ചേ. Sir. National Commission for Scheduled Castes. 16. Which article deals with the National Commission for Scheduled Castes? Article 338. 17. Which article deals with the National Commission for Scheduled Tribes? Article 338A. 18. How many members are there in SC's Commission? Chairman, a Vice Chairman and 3 other members. 19. Who appoints the Chairman of SC and ST Commission? President. 20. Which of the following schedules deals with the administration and control of scheduled areas and scheduled tribes? Fifth schedule. 22. Service conditions or tenure of SCs and STs Commission is determined by President. 23. Which article deals with the notification of scheduled caste? 341. 24. Which article deals with the notification of scheduled tribes? 342. 25. Which article deals with the reservation for SC and ST in state legislature? 338. 26. The article which provides for the protection of socially and educationally backward classes of citizens of for the scheduled castes and scheduled tribes. Article 15 subclause 4. 27. Which article deals with the reservation of seats for SC and ST in Lok Sabha? 330. 28. Which article deals with the reservation of seats for the scheduled caste and scheduled tribes in every panchayat? Article 243D. യെസ്, ഇനി ഇവിടെ നോക്കിയേ. അപ്പോയിൻമെൻറ്റ്സ്. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ശരത് അരവിന്ദ് ബോബ്ഡെ. തൽക്കാലം അത് പഠിക്കണ്ട. കാര്യം എന്താ അറിയാമോ? ചിലരൊക്കെ 1 വർഷം പോലും തികച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് അത് നമുക്ക് കറണ്ട് അഫെയർ പഠിക്കാം. അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? K.K. Venugopal. K.K. Venugopal. യെസ്. അഡ്വക്കേറ്റ് ജനറൽ ആരാ? C. Sudhakara Prasad. യെസ്. ചെയർപേഴ്സൺ ഓഫ് ലോക്സഭ ആരാണ്? Pinaki Chandra Ghosh. ചെയർപേഴ്സൺ ഓഫ് ലോക്പാൽ പിനാക്കി ചന്ദ്രബോസ്. അതെന്തുവാ? കേരള ലോക് ആയുക്ത ആരാണ്? Cyriac Joseph. സിറിയക് ജോസഫ് കേരള ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ജഡ്ജിയാണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? രാജീവ് മഹർഷി. ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് ആനന്ദ് കുമാർ സായ്.
Dr. Nandkumar Sai. ഡോക്ടർ നന്ദ്കുമാർ സായ്. അടുത്തത് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആരാണ്? രാം ശങ്കർ കത്തേരിയ. അടുത്തത് ചെയർപേഴ്സൺ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്, അത് OBC, മിസ്റ്റർ ഭഗവൻ ലാൽ ഷാനി അല്ലേ? ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള ഹൈക്കോർട്ട് മണികുമാർ, അതും തൽക്കാലം പഠിക്കണ്ട, പരീക്ഷ എടുക്കുമ്പോൾ പഠിക്കാം. മണികുമാർ. ഹൂ ഈസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ദി നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷൻ? അതെന്താണ്? കൺസ്യൂമർ കോർട്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അറിയാമോ? കൺസ്യൂമർ കോർട്ട്. ഹൂ ഈസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ കമ്മീഷൻ അണ്ടർ ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986? അതാണ് RK അഗർവാൾ. അടുത്തത് ദ പ്രസന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരാണ്? സുനിൽ അറോറ. അതുപോലെ സുനിൽ അറോറ, പിന്നെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ജസ്റ്റിസ് ഓഫ് കേരള, അതൊക്കെ നമുക്ക് പരീക്ഷ അടുക്കുമ്പം കറണ്ട് അഫെയർ എല്ലാം കൂടെ ഒരുമിച്ച് പഠിപ്പിക്കാം കേട്ടോ. ശരി, ഒന്ന് വായിച്ചേ. അഖിലമോള് വായിച്ചേ. Appointments. Chief Justice of India Sharath Arvind Bobde. Attorney General of India KK Venugopal. Advocate General of Kerala CP Sudhakar Prasad. Chairperson of Lokpal Pinaki Chandra Ghosh. Kerala Lok Ayukta Syriac Joseph. Comptroller and Auditor General of India Rajiv Maharshi. Chairman of National Commission for Scheduled Tribes Dr. Nandkumar Sai. Chairman of National Commission for Scheduled Caste Ram Shankar Katheria. Chairperson of National Commission of Backward Classes Mr. Bhagwan. Chief Justice of Kerala High Court S. Manikumar, who is the present President of the National Consumer Dispute Redressal Commission under the Consumer Protection Act 1986, RK Agarwal. The present Chief Election Commissioner of India is Sunil Arora. Appointments. Chief Justice of India Sharath Arvind Bobde. Attorney General of India KK Venugopal. Advocate General of Kerala CP Sudhakar Prasad. Chairperson of Lokpal Pinaki Chandra Ghosh. Kerala Lok Ayukta Syriac Joseph. Comptroller and Auditor General CAG of India Rajiv Maharshi. Chairman of National Commission for Scheduled Tribes Dr. Nandkumar Sai. Chairman of National Commission for Scheduled Caste Ram Shankar Katheria. Chairperson of National Commission for Backward Classes Mr. Bhagwan Lal Sahni. Chief Justice of Kerala High Court S. Manikumar, who is the present President of the National Commission Dispute Redressal Commission under the Consumer Protection Act 1986, RK Agarwal. The present Chief Election Commissioner of India is Sunil Arora.